ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ വേൾഡ്സ്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു യാത്രയിലാണ്. കാളികുളങ്ങര പറവൂർ ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഗാലക്സി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി. എനിക്ക് ഉള്ളിലത്തെ വീഡിയോ എടുക്കാവോ എന്നറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എടുത്തില്ല വീഡിയോ. ഉള്ളിൽ ക്യാമറ വീഡിയോ എടുക്കാവോ എന്നറിയാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു കടയിൽ അവിടെ പിന്നെ നിരത്തി കട, ഒരു കടയൊന്നുമല്ല, എല്ലാ കടയിലും കയറി. എന്നിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ. എല്ലാ കടയിലും കയറി ഓരോരോ ടോയ്സ് കയ്യിലെടുക്കുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു ടോയ് കയ്യിലെടുത്ത് വെച്ചാൽ അത് വേണ്ട. പിന്നെ ഞങ്ങളിത് കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ നോക്കി. അതും ഞങ്ങളൊന്നും മേടിച്ചില്ല. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇത് ഒരു നെറൂട്ടോൻ്റെ കാർഡ് എടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു അത് വേണ്ട, ഇവൻ്റെ സ്വഭാവമാണ് പലയിടത്തും കൊണ്ടിടും, അതുകൊണ്ട് അമ്മ പറഞ്ഞു അത് മേടിക്കണ്ട, കുറച്ചും കൂടി ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊന്നും മേടിച്ചില്ല. പിന്നെ 12 എണ്ണത്തിൻ്റെ ഒക്കെ ലിപ്സ്റ്റിക്കിൻ്റെ സെറ്റ് കണ്ടു ഗൈസ്. അത്യാവശ്യം നല്ല കത്തി റേറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ദേ ഒരു ഡോളിൻ്റെ ഉള്ളിൽ പൈസ ഇട്ടു. ഞാൻ വിചാരിച്ച് ഇതെന്താണ് 20 രൂപയിനകത്ത്. ഞാൻ പറഞ്ഞു അമ്മ അത് മേടിക്കാം. പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോഴാണ് അത് ഫേക്ക് നോട്ടാണെന്ന് മനസ്സിലായത്. പിന്നെ നേരെ ഞങ്ങൾ മറ്റേ നുറുക്ക് സംഭവങ്ങളൊക്കെ ഉള്ള കടയിൽ പോയി. അവിടെ പോയിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങിയ ആൾക്ക് ടോയ്സ് ഒന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞ്. പിന്നെ നേരെ ഞങ്ങൾ കടയിൽ പോയി. അവിടെ പോയി ഒരു പൊട്ടാസ് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദേ അമ്മയുടെ കണ്ണിപ്പെട്ടു. ഏതെടുത്താലും 30 രൂപ എന്ന് പറഞ്ഞിട്ട് 30 രൂപയുടെ ഒരു കട പാത്രങ്ങളുടെ ദേ ഗോൾഡൻ കളർ സ്പൂണൊക്കെ. അവസാനം ഞങ്ങൾ ഇതിൻ്റെ അറ്റത്തെത്തിയിട്ടോ. അറ്റത്ത് ഇതേ പെയിൻറ്റിൻ്റെ മറ്റേ പെയിൻ്റൊക്കെ, പിന്നെ ഇതേ മീൻ ചട്ടി, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതൊന്നും ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. പിന്നെ കലം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ചടന്നു കേട്ടോ. പിന്നെ പോപ്പ് മേടിച്ചു കൊടുത്തവന്. ഇവിടുത്തെ പ്രധാന വഴിപാടായിരുന്നു കേട്ടോ ഈ കലം വെച്ച് പായസം ഉണ്ടാക്കൽ, പിന്നെ തെണ്ടുണ്ടാക്കൽ ഇവിടുത്തെ ഒരു മെയിൻ വഴിപാടാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 500 രൂപ അവിടെ പോയിട്ട്. ഭാഗ്യത്തിന് 500 രൂപ പോയേ. ഇനി അച്ഛനും കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സ്കീനെ കുറച്ച് ടോയ്സ് എടുത്തുള്ളൂ. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ഒരു ഉത്സവം കഴിഞ്ഞുകൊണ്ട് അവിടുത്തെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇവിടെ അമ്മ കുറച്ച് സാധനങ്ങളെ മേടിച്ച് തന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഒരു മുറുക്കിൻ്റെ കട കണ്ടു. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു നെസ്റ്റാലജി അടിച്ചിട്ട് അമ്മ പറഞ്ഞു ഇത് പണ്ടത്തെ കളർ മിഠായിയാണ്, ഇത് മേടിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു പാക്കറ്റ് ഞങ്ങൾ എടുത്തു. അനിയൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ സാധനം എന്ന്. അവസാനം ഞങ്ങളത് മേടിച്ചു. പിന്നെ അവിടെ ഇത് പൊരി മേടിച്ചു കേട്ടോ. അവിടെ ആ ആൻറ്റി ആണെങ്കിൽ അമ്മയ്ക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കണം, പൊരി മേടിക്കുമ്പോൾ എന്തൊക്കെ നോക്കി മേടിക്കണം എന്ന്. അങ്ങനെയൊക്കെ മേടിച്ചു. പിന്നെയാണ് ഞങ്ങൾ ഓർത്തത് അമ്മാമ്മയ്ക്കൊക്കെ മേടിക്കാമെന്ന്, അമ്മാമ്മയ്ക്കും അച്ചാമ്മയ്ക്കും മേടിക്കാമെന്ന്. പിന്നെ ഒരു സ്പ്രൈറ്റ് കുടിച്ചു, തേനിലാവ്. പിന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടൊരു സംഭവം, അത് മിക്ക ഉത്സവപ്പറമ്പിലും കാണാറുണ്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും പോയിട്ടോ ഇത് ഇവിടെ തന്നെ നൂർക്കൊക്കെ മേടിക്കാൻ ആ സ്ഥലത്ത് പലഹാരങ്ങളുടെ കടയിൽ. അവിടെ പോയിട്ട് ഒരു തേനിലാവ് മേടിച്ചു. പിന്നെ എന്താ ഇത് നോക്കിയപ്പോഴാണ് മുകളിൽ നാരങ്ങ മിഠായിയും പുളിമിഠായി ഒക്കെ ഇട്ടൊരു ടിന്നി ഇങ്ങനെ തൂക്കിയിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു നാരങ്ങ മിഠായി മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് വല്ല ബജ്ജിയോ അങ്ങനെ എന്തെങ്കിലും തിന്നാമെന്ന് വിചാരിച്ചു. മുളക് ബജ്ജിയും കോളിഫ്ലവർ ബജ്ജിയും പിന്നെ ഒരു ബൂസ്റ്റ് കുലുക്കി ഞങ്ങൾ കുടിച്ചു. ബൂസ്റ്റ് കുലുക്കി കുടിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ നാക്കും കാര്യങ്ങളൊക്കെ ചുണ്ട് ഫുള്ള് അരിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ഒരു ബൂസ്റ്റ് കുലുക്കി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബൂസ്റ്റ് കുലുക്കി കുടിച്ചിട്ട് നേരെ വിട്ടു ഗൈസ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം ഇതുവരെ സംസാരിച്ചിട്ടൊക്കെ പോയി. അപ്പോഴേക്കും അമ്മ പറഞ്ഞു നമുക്ക് മൂലൻസിൽ കയറാമെന്ന്. പിന്നെ ഞങ്ങൾ മൂലൻസിലോട്ട് പോയിട്ടോ. മൂലൻസിൻ്റെ എൻട്രൻസ് എത്തി, പാർക്ക് ചെയ്യുകയാണ്. അപ്പോഴേക്കും ക്യാമറ ബ്ലറായിട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ വണ്ടി ഇങ്ങനെ, അപ്പോഴേക്കും ഞാൻ ക്യാമറ സെറ്റ് ചെയ്തു, അമ്മ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ മൂലൻസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഷേവിങ് സെറ്റ് മേടിക്കുമെന്ന് വെച്ചിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ല, അച്ഛൻ ഹൈദരാബാദ് പോയിരിക്കണം. ഇന്ന് രാത്രി തന്നെ ആളെത്തും. അപ്പോൾ അച്ഛനെ കൊണ്ടുവരാൻ ഇന്ന് രാത്രി എയർപോർട്ടിൽ പോകണം. അങ്ങനെ ഞങ്ങൾ ഒഡോണിൽ മേടിച്ചു കേട്ടോ. ഈ റൂം ഫ്രഷ്നറാണിത്. അങ്ങനെ ഒഡോണിൽ മേടിച്ചു. അത് ഏത് മേടിക്കണമെന്ന് കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ സ്പ്രേ, ഹാൻഡ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടോ. പിന്നെ ഗുഡ് നൈറ്റ് കണ്ടു. പിന്നെ ഇതേ വേറൊരു റൂം ഫ്രഷ്നർ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു അത് മേടിക്കേണ്ട. ഫ്ലവേഴ്സ്, ഓരോരോ പീസസ് ഓഫ് കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. അമ്മ പറഞ്ഞു വേഗം തീരും, മണം വേഗം തീരും, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ സ്പ്രേ തപ്പി അടക്കലായിരുന്നു.
അപ്പോഴാണ് അമ്മ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഈ ഗുഡ് നൈറ്റാണ് ഞങ്ങൾ വെക്കാറ്. വൈകുന്നേരം ആണ് ട്യൂഷനാണല്ലോ. അപ്പോൾ ഇവിടെ ഗുഡ് നൈറ്റ് വയ്ക്കും. കൊതുക് അടിക്കുന്നതുകൊണ്ട് ഗുഡ് നൈറ്റ് വെക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഗുഡ് നൈറ്റ് മേടിക്കാൻ നോക്കി. പിന്നെ ഒരു പാക്കായിട്ടുള്ള ഓഡോണിൽ മേടിച്ചു. അപ്പം അത് നോക്കിയപ്പോഴാണ് അവിടെ താഴെ വലിയ വലിയ ടിന്നിൽ ടാങ്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ടാങ്ക് പിന്നെ അമ്മ പരിപ്പോ അങ്ങനെ എന്തോ എടുക്കുന്നതായിട്ട് കണ്ടു. പിന്നെ നേരെ ഞങ്ങൾ സവാള മേടിച്ചു, ഉരുളക്കിഴങ്ങ് മേടിച്ചു, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച്. എനിക്ക് അമ്മ ഇതൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് വെറുതെ ഇങ്ങനെ നടക്കല പണി. മിറർ കണ്ടാൽ മിററിൽ ഫോട്ടോ എടുക്കുക. പിന്നെ കൂർക്ക വേണോ വേണ്ടിയോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്ന് പിന്നെ എടുത്തില്ല. പിന്നെ ബട്ടർ മേടിച്ചു. അങ്ങനെ നേരെ നടന്നു കേട്ടോ വീണ്ടും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സ്പ്രേ തപ്പി നടന്നു. ഞങ്ങളൊരു പോക്കറ്റ് സ്പ്രേ എടുത്തു. പിന്നെ ദാദ്രയുടെ ഒരു ഷാമ്പു കണ്ടപ്പോൾ അത് വേണോ വേണ്ടിയോ എന്ന് കുറച്ച് നേരം ആലോചിച്ചു. പിന്നെ ടോയ്സ് ഉണ്ടല്ലോ, അവിടെ കുറേ ടോയ്സ് ഉണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ട്രിപ്പ് എൻഡ് ചെയ്യാറായി. പിന്നെ ഞങ്ങൾ നേരെ അമ്മാമ്മയുടെ വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ബായ് പറയുന്നു. അപ്പോൾ ബില്ലിങ്ങിലോട്ട് പോയി. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.